നമസ്കാരം, എൻ്റെ പേര് സൻരാജ്. ഞങ്ങൾ ടീം രാജാസാണിത്. അപ്പോൾ ഈ സൂപ്പർ ഫാമിലിയിൽ വന്നതിന് ശേഷം വളരെയധികം സന്തോഷമുണ്ട്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ ഒരു സ്റ്റേജ് ഷോക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവൻ വലിയ മോണ്ടാവും കൂടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതുവരെ സ്റ്റേജ് ഷോകളും പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ മൊത്തം ഫാമിലി ഇങ്ങനെ ഒരുമിച്ചിട്ട് ഒരു ഷോ ചെയ്യുന്നത്. ഏത് എപ്പിസോഡാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മൾ ചെയ്തതിൽ? എനിക്ക് നമ്മള് നാലാളും കൂടി ചെയ്ത ആ സ്കിറ്റ്. കുഞ്ഞു കുട്ടികൾ മൊബൈലിൽ അധികം കളിച്ചാൽ എന്ത് സംഭവിക്കും പറഞ്ഞേ? കണ്ണ് ചീത്തയാവും. ഡോക്ടറെ എന്റെ മേഡം, ഇതൊക്കെ കുട്ടികൾക്ക് നമ്മളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇല്ലേ കുട്ടികൾ ചീത്തയായി പോവും. മോർണിംഗ് വന്നേ, മാമനൊന്ന് ചോദിക്കട്ടെ. പറയട്ടെ. എന്റെ മേഡം, കുട്ടികളെ ഡീൽ ചെയ്ത് എനിക്ക് നല്ല ശീലമുണ്ട്, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. മോനി മാസ്ക് ഒന്ന് ഊരിയ മാമമ്മോന്റെ പല്ല് പരിശോധിക്കാം. ഡോക്ടർ ഒന്ന് പറയട്ടെ. എന്റെ മേഡം, നിങ്ങൾ എന്തിനാണ് ഈ പാനിക് ആവണത്? കുട്ടികളെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ? തുടക്കത്തിൽ നിന്നുള്ള യാത്ര ഇപ്പൊ ഫൈനലിലെത്തി നിൽക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് അല്ലേ? ഫൈനലിലെത്തുമെന്ന് വിചാരിച്ചിരുന്നതൊക്കെ അപ്പോ എന്താ പറയാ, ഒരു ദൈവാനുഗ്രഹം മാത്രല്ല, എഫേർട്ട് ഉണ്ട് കേട്ടോ. ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തില് ഇപ്പോൾ ചാനലിൽ നിന്ന് ഒരു കോള് വന്നു, ഇങ്ങനെ പുതിയ പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്, അപ്പോൾ അതിന്റെ ഒരു ഓഡീഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വലിയൊരു സന്തോഷത്തിൽ ഇവരോട് ചെന്നായിട്ട് ചോദിച്ചു, എടാ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ അയച്ചെടുക്കണം, അങ്ങനെ ചാനലിൽ നിന്ന് അവിടെ പുതിയ പ്രോഗ്രാം തുടങ്ങണമെന്നൊക്കെ പറഞ്ഞു. ഇവളെടുത്തേക്ക് എന്നോട് പറഞ്ഞു, ആ നിങ്ങൾ വേറെ ആരെങ്കിലും കൂട്ടി പോയിക്കോളി, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടി പോയിക്കോളി എന്ന് പറഞ്ഞു. അയ്യോ, അതിന് ഞാൻ ഫാമിലി ഷോ ആണെന്ന് അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. പിന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിനങ്ങനെ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടി പോകാനൊന്നും പറ്റില്ല. സ്വന്തം ഭാര്യ, സ്വന്തം മക്കള്, ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും നമ്മളെ ഫ്രണ്ട്സ്, അതുപോലെ നമ്മളെ നാട്ടുകാര്, എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നി ഇല്ലേ? മലപ്പുറം ജില്ലയില് ഇപ്പൊ വേങ്ങരയ്ക്ക് അടുത്തുള്ള വട്ടപ്പൊന്ത എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ഒരു 10-15 വർഷമായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുചാറ് നടന്നൊരു കാലത്തന്ന് ഓടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച്, പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട്, ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്ത് നിൽക്കണ ഒരാൽമരത്തിൻ ചോട്ടിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. എന്റെ വീട്ടുകാരില്ലേ നമ്മളെ, പിന്നെ പ്രത്യേകിച്ച് അമ്മയ്ക്ക്, അമ്മേന്റെ കാര്യം എന്തായാലും പറയണം. എന്നാ പറയ്. അല്ല, അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ മൂപ്പരെ കാണുക എന്ന് പറയുമ്പോ. അപ്പൊ അമ്മയ്ക്കൊരു എന്താ പറയാ, ഒരു എക്സ്ട്രാ സന്തോഷം കൂടിയാ. ഇന്നെ മാത്രല്ല, അമ്മേന്റെ മരുവള്, അതേപോലെ തന്നെ പേരക്കുട്ടികളെ എല്ലാരും ടി വിയിൽ കാണാൻ പറ്റിയെന്നുള്ളതിൽ അമ്മ വളരെയധികം ഹാപ്പിയാണ്. സൂപ്പർ ഫാമിലി ഗ്രാൻഡ് ഫിനാലയിലേക്ക് ടീം രാജാസിന് സ്വാഗതം.